ദൈവത്തെ കണ്ടെത്തുവാൻ ആഗ്രഹിക്കുന്ന ഏവർക്കും ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭാ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളാണ്. കർത്താവായ യേശുനാഥൻ സാബത്തിനെ പുനരാഖ്യാനിക്കുന്നു. തൻ്റെ പ്രിയ ശിഷ്യന്മാർ വിശന്നപ്പോൾ വയലിൽ നിന്നും കതിരുകൾ തിരുമ്മി ഭക്ഷിച്ചതിനെതിരെ ഫരിസേയർ കർത്താവിനെയും ശിഷ്യന്മാരെയും കുറ്റപ്പെടുത്തുന്നതാണ് സുവിശേഷം. ഒന്നാമതായി, സാബത്ത് ഒരു സമ്മാനമാണ്. സാബത്ത് ഒരു സമ്മാനമാണെന്നും വിശ്രമിക്കാനും ദൈവത്തിൻ്റെ സൃഷ്ടിയെ ആഘോഷിക്കാനും നല്ലത് ചെയ്യാനുമുള്ള സമയമാണെന്നും യേശു ഇവിടെ ഉദ്ബോധിപ്പിക്കുകയാണ്. കാരണം സാബത്ത് ജീവദായകമാണ്. ജീവനെ കളയുന്നതല്ല, ജീവനെ സംരക്ഷിക്കുന്നതാണ്. സർവ്വതും സൃഷ്ടിച്ചതിന് ശേഷം, മനുഷ്യനെയും സൃഷ്ടിച്ചതിന് ശേഷം കർത്താവ് വിശ്രമിച്ചു. ഏറ്റവും മഹനീയമായത് ചെയ്തതിന് ശേഷം കൂടുതൽ മഹനീയമായതിന് വേണ്ടി മനുഷ്യൻ ദൈവത്തിൻ്റെ ഇടയിൽ നടത്തുന്ന വിശ്രമത്തിൻ്റെ പേരാണ് സാബത്ത്. രണ്ടാമതായി, സാബത്ത് പുനഃസ്ഥാപനത്തിന് വേണ്ടി ഉള്ളതാണ്. ഞാനും ദൈവവും തമ്മിലുള്ള ബന്ധത്തെ വീണ്ടും അരക്കിട്ടുറപ്പിക്കുവാൻ, വീണ്ടും സുദൃഢമാക്കുവാൻ, വീണ്ടും ബോധ്യത്തോടുകൂടി ജീവിക്കുവാൻ വേണ്ടിയുള്ള ഒരു ഇടവേളയുടെ വിശ്രമത്തിൻ്റെ പേരാണ് സാബത്ത് എന്നത്. മൂന്നാമതായി, സാബത്ത് എന്നത് ദൈവത്തെ കണ്ടെത്തുന്നതാണ്, അഥവാ ദൈവത്തെ വീണ്ടെടുക്കുന്നതാണ്. എൻ്റെ ജീവിതയാത്രയിൽ എൻ്റെ അധ്വാനങ്ങൾ എൻ്റെ ശരീരത്തിനെയും മനസ്സിനെയും കീഴ്പ്പെടുത്തുമ്പോൾ ആത്മാവിൽ നീ ഉണർന്ന് നിൽക്കുന്നുവെന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആരോഗ്യം വീണ്ടെടുത്ത് വീണ്ടും കഴുകൻ്റെ ചിറകുകളോടുകൂടി പറന്നുയരുവാനുള്ള ദൈവസ്നേഹത്തിൻ്റെ ഊർജ ദിനങ്ങളാണ് സാബത്ത് ദിനം. ദൈവത്തെ വീണ്ടെടുക്കുവാൻ വേണ്ടി നീ ദൈവത്തിലേക്ക്, ദൈവത്തിനു വേണ്ടി മാത്രം തിരിഞ്ഞു നിൽക്കുന്ന വിശ്രമത്തിൻ്റെ ദിനത്തിൻ്റെ പേരാണ് സാബത്ത്. നാലാമതായി, സാബത്ത് എന്നത് നീ ജീവിക്കുന്ന നിൻ്റെ ദൈവവിളി വീണ്ടും ബോധ്യത്തോടുകൂടി ജീവിക്കുവാൻ ക്രിസ്തു നമ്മെ തിരികെ വിളിക്കുന്നതാണ്. പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചുള്ള മെച്ചപ്പെട്ട ബോധ്യത്തിലേക്കും യഥാർത്ഥത്തിൽ പ്രധാനപ്പെട്ടത് ശ്രദ്ധിക്കുന്നതിലേക്കും യേശു നമ്മെ തിരികെ വിളിക്കുന്നതാണ് സാബത്ത്. ഞാൻ എൻ്റെ പ്രവൃത്തികൾ മാറ്റിവെക്കുമ്പോൾ ദൈവം എന്നിൽ പ്രവർത്തിക്കുന്നതാണ് ഈ സാബത്ത്. പ്രിയമുള്ളവരെ, ക്രിസ്തുവിൻ്റെതായി, ദൈവത്തിൻ്റെതായി മാറുവാൻ, നമ്മുടേതല്ലാതെയായി മാറുന്ന ഈ സാബത്ത് ദിനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെതായി നാം മാറുവാനുള്ള പ്രാർത്ഥനകളാക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. സാന്ത്വനത്തിൻ താരാട്ടു കേട്ടുറങ്ങാം. ഒരു കുഞ്ഞു പൈതലായെന്നും മൃദുവാം നിൻ കരങ്ങളിൽ നാഥാ. ഒരു കുഞ്ഞു പൈതലായെന്നും മൃദുവാം നിൻ കരങ്ങളിൽ നാഥാ. പെയ്തിറങ്ങി നിൻ സ്നേഹം
നിൻ സ്നേഹം സാന്ത്വനത്തിൻ താരാട്ടു കേട്ടുറങ്ങാൻ ഒരു കുഞ്ഞു പൈതലായെന്നും മൃദുവാം നിൻ കരങ്ങളിൽ നാഥാ ഒരു കുഞ്ഞു പൈതലായെന്നും മൃദുവാം നിൻ കരങ്ങളിൽ നാഥാ തൂമഞ്ഞുപോ പെയ്തിറങ്ങി നിൻ സ്നേഹം ഈശോ ഈശോ നിൻ ദിവ്യസ്നേഹം ഈശോ